ഈ ഒരു ഡാൻസ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മുന്നേ കുറേ പേര് കണ്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പാട്ടും അവരതിലിങ്ങനെ ഒഴുകി കളിക്കുന്ന പോലത്തെ ഒരു ഫീല്, ഭയങ്കര ഒഴുകി കളിക്കുന്ന ഒരു ഫീല് വന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ അത് കാണാൻ. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തളി അമ്പലത്തിലെ ഉത്സവമായിരുന്നു. ഏപ്രിൽ 14 കൊടിയേറും, എല്ലാവർക്കും അറിയും, ഈ കോഴിക്കോട്ടുള്ളവർക്കൊക്കെ അറിയാം. അപ്പോൾ തളി അമ്പലത്തിൻ്റെ ഉത്സവം പ്രമാണിച്ച് സാമൂതിരി സ്കൂളിൽ ഗ്രൗണ്ടിൽ നടന്ന പ്രോഗ്രാമായിരുന്നു. ഗ്രൗണ്ടിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ത്രീകൾ, ആ ഒരു 40+, കുറച്ച് നിങ്ങൾക്ക് ഏജ് കണ്ടാൽ അറിയാം, കുറച്ച് ഏജുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു പെർഫോമൻസ് ആയിരുന്നു, സൂപ്പറായിരുന്നു, ഭയങ്കര സുഖമുണ്ടായിരുന്നു, കാണാനും കേൾക്കാനും ഭയങ്കര രസമുണ്ടായിരുന്നു. ഇത് ഞാൻ എങ്ങനെയാണ് കണ്ടതെന്നല്ലേ, നമ്മൾ ദിവ്യ ചേച്ചീനെ നിങ്ങൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അമ്മേൻ്റെ ചേച്ചീൻ്റെ മകളാണ് അവൾ. ദയാപുരം സ്കൂളിലെ ടീച്ചറാണ്. ദിവ്യ ചേച്ചി ഇതിൻ്റെ മുന്നേ ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ പ്രാവശ്യം അവൾ ചെയ്തിട്ടില്ല, പക്ഷേ അവളെ കൂടെയുള്ള ടീച്ചേഴ്സ്, ദയാപുരം സ്കൂളിലത്തെ ടീച്ചേഴ്സ് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങളെ വീട്ടിൽ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ തളിയമ്പലത്തിലേക്ക്. അപ്പോൾ ഞാൻ പി സ്കൂളിലെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നേരെ ദിവ്യ പറഞ്ഞു, നീ ഒന്ന് വന്ന് നോക്ക്, കണ്ടോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഒഴുകണ പോലെ അവർ കളിക്കുക. അതായത് ആ ഒരു ഏജിലുള്ള ആൾക്കാർക്ക് നമുക്ക് ഭയങ്കര ഒരു കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ചിരിച്ചും കൊണ്ട് കാണാൻ പറ്റുന്ന ഒരു സുഖമുള്ള ഡാൻസ് എന്നൊക്കെ പറയില്ലേ. അതിന് നടുവിലൊരു സെൻറ്ററിലൊരു സ്റ്റേജിൽ നിന്ന് കളിക്കുന്നതാണ് അവരുടെ ടീച്ചർ കേട്ടോ. ടീച്ചറുടെ പേര് പ്രീത ടീച്ചർ എന്നാണ്. ടീച്ചർ ചാത്തമംഗലത്താണ്, കോഴിക്കോട് ചാത്തമംഗലത്താണ് ടീച്ചറുള്ളത്. ടീച്ചറാണ് ഇവരെ ഇത്രയും ആൾക്കാരെ, ഒരുപാട് ആളുകളുണ്ട്. അവർ ഒരു സെൻറ്റർ ഒരു സർക്കിൾ, പിന്നെ അതിൻ്റെ പിന്നാലെ വേറൊരു സർക്കിളായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അത്രയും ആൾക്കാരെ പഠിപ്പിച്ച് അവർ ഒരേപോലെ കളിക്കുക, അവർ ഒഴുകി കളിക്കുക, അവർ ആസ്വദിച്ച് കളിക്കണമെങ്കിൽ ആ ടീച്ചറുടെ എഫേർട്ട് അവിടെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ടീച്ചർ നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാവും. നമുക്കറിയാം, ഡാൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ ആ ഒരേപോലെ ആക്കി എടുത്തിട്ട് വരണമെങ്കിൽ. ഇതാണെങ്കിൽ കുറച്ച് നേരം ഉണ്ട് കേട്ടോ ഈ ഡാൻസ്. അപ്പോൾ അവരത് പെർഫോം ചെയ്തിട്ട് അവർ അത്രത്തോളം ആക്കി എടുക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ആ ഒരു ഏജുള്ള ആൾക്കാരാകുമ്പം നമുക്ക് ഒരുപാട് കുട്ടികളെ പോലെയല്ല. അപ്പം ഞാനടക്കമുള്ള ആൾക്കാർ കേട്ടോ പറഞ്ഞാൽ ഏജിനെ ഇതാക്കി പറയല്ല, ഞാനും 40+ ആയി. അപ്പം നമുക്കൊക്കെ അതായത് ഒരുപാട് ചിന്തകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് കളിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറേ അടുത്ത സ്റ്റെപ്പ് എന്താ ഒക്കെ മറന്നൊക്കെ പോകും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡാൻസുമാണ്. അവർ നല്ല രസമായിട്ട് ചെയ്യണമുണ്ട്. അതൊരു ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു. ടീച്ചർ എഫേർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എൻ്റെ പാട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ വേറൊരു രസം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും, ഒരുവിധം എല്ലാവരും ഡാൻസ് അല്ലെങ്കിൽ പാട്ട്, കൂടുതൽ എനിക്ക് തോന്നുന്നു ഡാൻസ് വീട്ടമ്മമാരും ഒരു 60+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ തിരുവാതിരക്കളിയും ക്ലാസിക്കൽ ഡാൻസും സെമി ക്ലാസിക്കൽ ഡാൻസും അവരവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അരങ്ങേറ്റം നടത്തുന്നുണ്ട്. പണ്ടൊക്കെ ഒരു 4 വയസ്സിൽ 5 വയസ്സിൽ പഠിച്ച കുട്ടികൾ മാത്രം അരങ്ങേറുന്നു, ഇനിയിപ്പം നമുക്ക് പറ്റുമോ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനും ഒന്നുമില്ല. അപ്പം എല്ലാവരും, അതായത് എന്താണോ നമുക്ക് സന്തോഷം തരുന്നത് അത് ചെയ്യുക. ആരും നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് എന്താണോ സന്തോഷം ചെയ്യാൻ തരുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയും, നമുക്ക് നിങ്ങൾക്കൊക്കെ അത് സാധിക്കുന്നതുകൊണ്ടാണ്, വീട്ടിൽ അങ്ങനത്തെ ഒരു സ്ഥിതി ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ടുള്ളതുകൊണ്ടായിരിക്കാം നിങ്ങളങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത്, അങ്ങനെ ഇപ്പോൾ സപ്പോർട്ടും ഇല്ല സ്ഥിതിയും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ, വീട്ടിൻ്റെ റൂമിൽ നിന്ന് നമുക്കങ്ങോട്ട് ഒരു പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് നമ്മൾ റിലാക്സ് ചെയ്തിട്ട് ഡാൻസ് ചെയ്യുക. നമ്മൾ ഫോണിൽ നമ്മൾ വെറുതെ സേവ് ചെയ്ത് വെച്ചോ ഇടയ്ക്ക് കാണുമ്പോൾ ഒക്കെ രസമല്ലേ. ഞാൻ എൻ്റെ ഒരു ഇതാട്ടോ പറയുന്നത്, എല്ലാവരും അങ്ങനെ വേണമെന്നല്ല, ഞാൻ എൻ്റെ ഓരോ ഈ ഇഷ്ടങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന ഇഷ്ടങ്ങൾ പലരുടെയും ഇഷ്ടങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കതൊന്നും ഇങ്ങനെ എന്താ പറയുക, റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്കൊരു പോസിറ്റിവിറ്റി, ഡാൻസാണ് എൻ്റെ ബ്ലഡാണ് ഡാൻസ് എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഏത് ഫോമും പഠിക്കാൻ ഇഷ്ടമാണ്, ചെയ്യണം എന്നില്ല. എത്രത്തോളം നമ്മൾ പെർഫെക്ഷൻ ഒന്നും അല്ല കേട്ടോ ഞാൻ പറയണത്, അതങ്ങോട്ട് ലയിച്ച് ആസ്വദിച്ച് ചെയ്യുക. 100% നമുക്കതിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റണം ഏത് ഡാൻസ് ചെയ്യുമ്പോഴും എന്നുള്ള ഒരു ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്നത് ഭയങ്കര പോസിറ്റിവിറ്റിയും ഭയങ്കര ഒരു സന്തോഷം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇവളെന്താ കളിക്കുന്നത്, എന്ത് പെർഫെക്ഷൻ, തീരെ എക്സ്പ്രഷൻ ഇല്ലല്ലോ, എന്തോ കളിക്കുന്നു, അതെന്തോ ആയിക്കോട്ടെ. നമ്മളിനിപ്പം ഒരു കലാതിലകമോ കലാപ്രതിഭയൊന്നും ആവുക അങ്ങനെയല്ല.
എൻ്റെ ഉള്ളിൽ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഒരു ഒരു ബോധം, അല്ലെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അതാണ് ഫസ്റ്റ്. എനിക്ക് ഈ ഡാൻസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു അതായത് ഞാൻ ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്നുള്ളത് ഞാൻ കാണുകയാണ്. ഈ ഒരു അമ്മമാർ, ഒരുവിധം എല്ലാവരും അമ്മമാർ തന്നെയായിരിക്കും, എല്ലാവരും 40+ അല്ലെങ്കിൽ 50+ അല്ലെങ്കിൽ 60+ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ കൂടുതലുമുള്ള ആൾക്കാർ. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കളിക്കുന്നത്. അത് കാണുമ്പോൾ എന്തൊരു രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ടീച്ചർക്കും ഒരു എന്താ പറയുക, അത്രയും നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മീൻസ് ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ട് അവർ ഫോട്ടോ എടുക്കുന്നു, അവർക്കൊരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു. ഇത്രയും എഫേർട്ട് എടുത്ത് വന്നല്ലേ, ഒരുപാട് പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും അവരുടെ കയ്യിലുള്ള സാരിയൊക്കെ ആയിട്ട് സുന്ദരികളായിട്ടാട്ടോ വന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടീച്ചർ നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട്. സെൻറ്ററിൽ ഒരു കൃഷ്ണൻ തീമായിട്ടാണ് ഗോപികമാരും, അതാണ് ഒരു തീം. അവരുടെ പാട്ടൊക്കെ അസലായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എന്തോ ഒരു സർട്ടിഫിക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ നമുക്ക് ഉത്സവമാണെങ്കിലും അല്ലെങ്കിലും അവിടെ ഫുഡ് ഉണ്ട് തോന്നുന്നു തളിയമ്പലത്തിൽ. നമ്മൾ ഇതിൻ്റെ മുന്നേ കഴിഞ്ഞ കൊല്ലം ഉത്സവ സമയത്ത് ഞങ്ങളൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും അങ്ങനെ ഊട്ടുപുരയിൽ ഫുഡ് ഉണ്ടെന്നൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദിവ്യ ചേച്ചി അതൊക്കെ കണ്ടു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടെ നെക്സ്റ്റ് തിരുവാതിരക്കളി എന്തോ പെർഫോമൻസ് ഉണ്ട്. അപ്പം ഇതാണ് ദിവ്യ ചേച്ചീൻ്റെ 2 ടീച്ചേഴ്സാട്ടോ. ഒരാളിത് ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അവരെ. അപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഇതാ 2 ടീച്ചേഴ്സ്, ദിവ്യ ചേച്ചീൻ്റെ കൂടെ ദേവപുരം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന 2 ടീച്ചേഴ്സാണ്. ദിവ്യ ചേച്ചി ഇതിൻ്റെ മുന്നത്തെ ഒരു പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് വേറെ ഏതൊരു അമ്പലത്തിൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ ഇതിന് പ്രോത്സാഹിപ്പിക്കും. ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യുന്നത് കാണാൻ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാട്ടോ. അത് ഇതാക്കി പറയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവരൊക്കെ കളിക്കുന്ന കാണുമ്പോൾ എനിക്കിങ്ങനെ കണ്ണ് നിറയും. ഒരു സന്തോഷം കൊണ്ടുള്ളൊരു കണ്ണ് നിറച്ചിൽ. ഇതാണ് ഇവരുടെ ടീച്ചർ കേട്ടോ. ടീച്ചറെ പറയാണ്ടിരിക്കാൻ വയ്യ. ഭയങ്കര എഫോർട്ടാണ്. മീൻസ് ഇത്രയും ആൾക്കാരൊക്കെ എടുത്ത് അവരെ ഒരേപോലെ പെർഫോം ചെയ്ത് അവരെങ്ങനെ ലയിപ്പിച്ചൊരു ഒഴുക്ക് ഒഴുകി കളിക്കുന്ന ഡാൻസ് പഠിപ്പിച്ച ടീച്ചർക്ക് എന്താ പറയുക, ഭയങ്കര ഒരു അപ്രീസിയേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പ്രീത ടീച്ചർ, ചാത്തമംഗലത്താണ് ടീച്ചർ. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ തിരിഞ്ഞു കളിച്ചു. എനിക്ക് വീണ്ടും ആ ഡാൻസിന് എന്താ പറയുക പറയാൻ, അവിടെ അത്രയും ആൾക്കാരെല്ലാവരും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആ ഒരു പാട്ടും ഒക്കെ. ഞാനത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താ പറയുക, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസ് കാണുന്നത്. അത്രയും ഏജ് ആയിട്ടുള്ള ആൾക്കാർ കളിക്കുന്നത് കാണുമ്പോൾ എനിക്കതൊക്കെ എന്തോ ഒരു ഇഷ്ടമാണ്. കുറച്ചൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാർ കളിക്കുന്നതും കുഞ്ഞു മക്കൾ കളിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര ഹാപ്പി ആയിട്ടായിരിക്കും അവരെ ഭർത്താക്കന്മാരൊക്കെ കൂട്ടാൻ വന്നപ്പോഴൊക്കെ നമ്മൾക്കുണ്ടാവില്ലേ, ഞാൻ എന്തൊക്കെയോ ചെയ്തു ഒരു സാറ്റിസ്ഫാക്ഷനായിട്ട് പോകുന്ന ഒരുപാട് ആളുകളെ ഞാൻ അവിടെ കണ്ടു. അത് എന്താ പറയുക, നമ്മൾ ആ ഒരു പ്രായത്തിൽ ഡാൻസൊക്കെ പഠിക്കുന്ന പ്രായം ഇപ്പമല്ല. ഞാൻ പറയുന്ന എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത്, ആ ഒരു കുട്ടിക്കാലത്ത് 4 വയസ്സിൽ സ്കൂൾ ഡേയ്സിലൊക്കെ പഠിക്കുന്ന ഒരു കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പം ആർക്കും ഡാൻസ് പഠിക്കാം. മീൻസ് ഡാൻസ് എന്നല്ല, എന്തും. ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും നമുക്കൊരു ആത്മസംതൃപ്തിയോടുകൂടി അവർ നടന്നു പോകുന്നത് കാണാൻ ഞാനിങ്ങനെ നോക്കി നിന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിന് പിന്നാലെ ഒരു തിരുവാതിരക്കളി, എനിക്ക് നൊസ്റ്റാൾജിയ വന്നു. കാരണം ഞാൻ 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ തിരുവാതിരക്കളിയിലായിരുന്നു. ഫുൾ ടൈം തിരുവാതിരക്കളിയായിരുന്നു സ്കൂളിൽ. ഒരു തിരുവാതിരക്കളി ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു 10ാം ക്ലാസ് വരെ. പിന്നെ കുറേ സെൽഫി വീഡിയോസൊക്കെ എടുത്തു. ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് വരിക കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഷൂസൊക്കെ ഉണ്ട്. ആൾക്കാർ നോക്കുന്നുണ്ട് ഇവൾ ആരായിപ്പോയിന്ന്. ഷൂ വയ്ക്കാനുള്ള ബാഗ് കീറിപ്പോയി. അപ്പം ഞാൻ കൈ പിടിച്ച് വന്നതാണ്. അതാണ് സംഭവം കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ എടുത്തു. പിന്നെ അറിയാമല്ലോ, സാമുദ്രിയൻ സ്കൂൾ എന്ന് പറയുന്നത് ഒരു പഴമ നിലനിർത്തുന്ന ഒരു സ്കൂളാണ്. നമുക്കൊരു എന്താ പറയുക, എന്തായാലും പറയുക, സ്കൂളിൽ എന്തായിരുന്നു മലയാളത്തിൽ നമ്മൾ പറയുന്നൊരു വിദ്യാലയം, എൻ്റെ വിദ്യാലയം എന്നൊക്കെ പറയാവുന്ന ഞാൻ മലയാളം മീഡിയം സ്കൂളിലാട്ടോ പഠിച്ചത്. ഞങ്ങൾ ചോദിക്കും ഓളിപ്പോൾ ആരായിപ്പോയി. അല്ല, പെട്ടെന്ന് നമുക്ക് കിട്ടണ്ടേ. കുറേ നമ്മൾ സ്കൂൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വിദ്യാലയത്തിലേക്ക് ഞാൻ പോട്ടെ എന്നൊന്നും ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. അപ്പോൾ എൻ്റെ വിദ്യാലയം എന്നൊക്കെ പറയാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു തനിമയുള്ള സ്കൂളാണ് ഇപ്പോഴും സാമുദ്രിയൻ സ്കൂള്. അപ്പോൾ ആ സ്കൂളൊക്കെ ഒന്ന് ഞാൻ റൗണ്ട് അടിച്ച് കാണിച്ചതാണ്. ആ ഒരു രാത്രിയിൽ എന്തൊരു ഭംഗിയാണ് കാണാൻ ആ സ്കൂള്. എനിക്ക് എന്തോരം ഇഷ്ടപ്പെട്ടു. പള്ളിക്കൂടം എന്നൊക്കെ പറയുന്ന ആ ഒരു ഫീൽ ഒക്കെ. നമ്മളെ സിത്തുമണിയൊക്കെ ആ സ്കൂളിലാട്ടോ പഠിച്ചത്. സിത്തു ഗോകുല് ഒക്കെ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ നമ്മളെ ദിനുമാഷുണ്ട്, തിരുവാതിരക്കളീൻ്റെ സാറൊക്കെ ആ സ്കൂളിലാണ് പഠിച്ചത്. അങ്ങനെ ഞാൻ ദിവ്യ ചേച്ചി നോക്കുമ്പോൾ ഉണ്ട്, അവിടെ ഒരു കൊമ്പനാന, അവിടെ ആനേനെ നോക്ക്. ആന എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ടോപ്പിക്ക് മാറിയിട്ടോ. അപ്പോൾ ആ ഡാൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ നമുക്ക് ആനയിലേക്ക് വരാം. ആന എന്നും കുട്ടി മുതൽ 100 വയസ്സ്, ഇപ്പം അത്രയും പ്രായമുള്ള ഒരാൾക്കാർക്ക് വരെ കാണാൻ കൗതുകമുള്ള
ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ജീവിയാണ് ആര്, ആന. എന്തൊരു സുന്ദരനാ. ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ തിരിഞ്ഞ് കളിച്ചു. കയ്യിൽ പട്ടയൊക്കെ ഉണ്ട്, എടുത്ത് എറിയോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും വേണ്ടില്ല, പകലായിരുന്നു ആരുമില്ലെങ്കിൽ 2 ഡാൻസൊക്കെ ചെയ്യായിരുന്നു. പക്ഷേ അതിനെ കണ്ടപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കാൻ തോന്നി. എന്ത് രസമല്ലേ. കുറേ ഞാൻ സ്വപ്നം കാണാറുണ്ട് ആന പിന്നാലെ ഓടി വരുന്നതൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഒരു പേടി, ആന എന്ന് പറയുമ്പോൾ. ആന ഉത്സവത്തിന് പോകുമ്പോൾ ആനയും മദം പൊട്ടിയിട്ടൊക്കെ ഉള്ള കളികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കി അടുത്ത് കൂടെയൊക്കെ ഒന്ന് പോകാനും തൊടാനൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ എടുത്തെറിഞ്ഞ് വാരി ചുരുട്ടി എറിയുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ഞങ്ങൾ കുറച്ച് സെൽഫി വീഡിയോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം തിരിഞ്ഞൊക്കെ കളിച്ച് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ഷീണമായി. ദിവ്യ ചേച്ചിയുടെ കുറച്ച് നല്ല കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് ആനേനെ തന്നെ കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. തളിയമ്പലത്തിൽ ഉത്സവമാണ്. സാമൂതിരി രാജാവ് മരിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആഘോഷങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഉത്സവം കൊടിയേറിയതിന് ശേഷം പിന്നെ അത് ഡാൻസുകളൊക്കെ പറ്റും എന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ വന്നു. എന്തായാലും അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്ക് പട്ടൊക്കെയായിട്ട് അങ്ങനെ വരികയാണ്. എന്ത് രസാലേ കാണാൻ. ആനയൊരു സംഭവം തന്നെ. 2 ആനേനെ ഞാൻ കണ്ടു. ഇനി 3 ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോയിട്ട് നല്ലൊരു സർബത്ത് കുടിച്ചു, ഞാനും ദിവ്യ ചേച്ചിയും കൂടെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ചു. അവിടെയൊക്കെ നല്ല ഡാൻസ്, ലൈറ്റൊക്കെ ഇട്ടുണ്ട്, പേടി തോന്നൂല. അവിടെ ഇതല്ലേ, നമുക്ക് ഫുള്ള് ലൈറ്റാണ്. ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ തിരിഞ്ഞ് കളിച്ചു. അമ്പലത്തിനുള്ളിലൊന്നും കയറിയില്ല, ഡാൻസൊക്കെ കഴിഞ്ഞ് വരുന്നതല്ലേ. പുറത്തുനിന്ന് തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മന്ദാകിനിയായി ഞാനും ദിവ്യ ചേച്ചിയും നടന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാനും ദിവ്യ ചേച്ചിയും കൂടെ KSRTC ബസ്സിൽ ഞങ്ങൾ പോയത് കൊടുങ്ങല്ലൂർ. അപ്പോൾ അത് പിറ്റേന്നാണ് രാവിലെ 7 പൊലിച്ച് കണ്ണെഴുതി പോകണം. അതിൻ്റെ വ്ളോഗുമായി ഞാൻ വേഗം വരുന്നതായിരിക്കും. അതിനുശേഷം ഞങ്ങൾ അവിടെ പട്ടന്മാരെ ചീട പറഞ്ഞിട്ടുള്ള സാധനം കേട്ടിട്ടുണ്ടാവില്ല. ചീട പറഞ്ഞിട്ട് എൻ്റെ നാവിൽ പെട്ടെന്ന് പുണ്ണു നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ചീടയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയത് തന്നെ. ഇനി വർത്താനം പറയുമ്പോൾ എന്താ ഇങ്ങനെ പെട്ടെന്നൊക്കെ പുണ്ണ് വരുന്നത് നാവിൻ്റെ മേലെ. എന്തായാലും അടുത്ത വ്ളോഗായിട്ട് വരാം. ബായ്.